ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കാണ് പഠിച്ചത്. എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത സ്ഥാപനങ്ങളെ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ സർവീസസ് ആണ്. അത് ക്ലബ്സ് ആവാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഹോസ്പിറ്റൽസ് ആവാം, സ്കൂൾസ് ആവാം. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇന്ന് നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് രീതികളെ പറ്റി പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്: റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എഴുതുന്നതിനുള്ള ഒരു ബുക്കാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം ലഭിക്കുന്ന എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും റെസീപ്റ്റ് സൈഡിൽ എഴുതും, അതുപോലെ തന്നെ എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും പേയ്മെൻറ്റ് സൈഡിൽ എഴുതും. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതെന്താണെന്ന് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിലൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൽ വരുന്ന ഐറ്റംസ് ഏതാണെന്ന് പരിചയപ്പെടാം. അതിനുശേഷം ഇതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്ക് പോലെ തന്നെയാണിത്. ഇതിൽ എല്ലാ തരത്തിലുള്ള റെസീപ്റ്റ്സും, ഒരു സ്ഥാപനത്തിന് ലഭിക്കുന്ന എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിൽ എഴുതുകയും പേയ്മെൻറ്റ്സ് മൊത്തം ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യും. ഇനി ഇതിൽ വരുന്ന ഓരോ ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ആണ് ഓപ്പണിങ്ങിലുള്ളതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതും. അത് നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് എത്ര ക്യാഷ് ഉണ്ട് ആ ക്യാഷ് എഴുതും. അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്കിലുള്ള എമൗണ്ട് ഇവിടെ എഴുതി വയ്ക്കും. അടുത്ത പ്രധാനമായിട്ട് വരുന്ന ഒരു റെസിപ്റ്റാണ് സബ്സ്ക്രിപ്ഷൻ. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റെസിപ്റ്റാണ് സബ്സ്ക്രിപ്ഷൻ. അത് ഓരോ വർഷവും നമുക്ക് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ആ കിട്ടുന്ന എമൗണ്ട് ഓരോ വർഷവും കിട്ടുന്നത് നമ്മളവിടെ എഴുതി വയ്ക്കും. ഈ സബ്സ്ക്രിപ്ഷൻ്റെ പ്രത്യേകത, അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അത് തൊട്ട് മുമ്പത്തെ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് കിട്ടിയതെങ്കിലും അവിടെ എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ ഇനി അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് കിട്ടുകയാണെങ്കിലും അതവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഏത് വർഷത്തെ വേണമെങ്കിലും നമുക്കവിടെ എഴുതാം. ജനറൽ ഡൊണേഷൻ എത്രയാണോ കിട്ടിയിരിക്കുന്ന ആ എമൗണ്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ് ആൻഡ് ഓർ വേസ്റ്റ് പേപ്പർ, പഴയ പേപ്പറുകൾ, ന്യൂസ് പേപ്പറുകൾ, അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ പഴയ ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട് അവിടെ റെസിപ്റ്റായിട്ട് കാണിക്കും. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ പഴയ സ്പോർട്സ് മെറ്റീരിയലുകളൊക്കെ ഉണ്ടാവും. അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട് റെസിപ്റ്റായിട്ട് കാണിക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന സർപ്ലസ് എമൗണ്ട് അവർ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് പകരം ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയറിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് റെസിപ്റ്റാണ്. ദെൻ ലോക്കർ റെൻറ്റ്, ഇത് ലോക്കർ ഫെസിലിറ്റി, മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് റെൻറ്റ് ചാർജ് ചെയ്യും. ആ റെൻ്റാണ് ലോക്കർ റെൻ്റ് എന്നറിയപ്പെടുന്നത്. ദെൻ സെയിൽ ഓഫ് സ്ക്രാപ്പ് വാല്യൂ, നമുക്ക് ഏതെങ്കിലും പഴയ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന എമൗണ്ട്. അതുപോലെ പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ, ഏതെങ്കിലും തരത്തിലുള്ള ഷോസ്, ഏതെങ്കിലും തരത്തിൽ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന എമൗണ്ട് റെസിപ്റ്റാണ്. മിസ്ലേനിയസ് റെസിപ്റ്റ്, വേറെ എന്തെങ്കിലും തരത്തിൽ കിട്ടുന്ന എമൗണ്ടുകൾ മുഴുവൻ ഇവിടെ കാണിക്കാം. ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകൾ. അതുപോലെ തന്നെ ലെഗസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരാൾ അയാളുടെ കാലശേഷം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ലെഗസി എന്ന് പറയും. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം റെസിപ്റ്റാണ്, റെസിപ്റ്റ് സൈഡിലാണ് എഴുതി വയ്ക്കുക. ദെൻ സ്പെസിഫിക് ഡൊണേഷൻ, എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും റെസിപ്റ്റ് സൈഡിൽ എഴുതാം. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് ആ എമൗണ്ട് മേടിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആ എമൗണ്ട് കോളത്തിൽ എഴുതും. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസെറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് റെസിപ്റ്റാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ, അതായത് ഒരു ലോങ് ടേം ലൈഫ് ടൈമിലേക്ക് ഒരാൾ ഒരു മെമ്പർഷിപ്പ് ഫീ എടുക്കുകയാണെങ്കിൽ അതിന് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയും. ആ എമൗണ്ട് റെസിപ്റ്റായിട്ട് കാണിക്കാം. ദെൻ എൻട്രൻസ് ഫീസ് റെസിപ്റ്റാണ്. ദെൻ റെസിപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട്, ഏതെങ്കിലും പർപ്പസ് ഫണ്ടിന് വേണ്ടി കിട്ടുന്ന പൈസ എമൗണ്ട് റെസിപ്റ്റാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് റെസീപ്റ്റ് സൈഡിൽ വരുന്നത്. ഇതിനടുത്ത് പേയ്മെൻറ്റ് സൈഡ് നോക്കാം. ബാലൻസ് നോട്ടാണ്,
അതായത് കഴിഞ്ഞ വർഷത്തെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ്, ബാലൻസ് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ വേജസ് ആൻഡ് സാലറീസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്ന പേയ്മെൻറ്റുകളാണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ്, സൺട്രി എക്സ്പെൻസസ്, ടെലിഫോൺ ചാർജസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീസ്, ഓണറേറിയം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സാധാരണ ജീവനക്കാരല്ലാതെ, ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലാതെ പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു ആൾ വന്നിട്ട് ഏതെങ്കിലും ഒരു സെമിനാർ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കുക, അത്തരത്തിൽ അവരുടെ എന്തെങ്കിലും ഒരു സേവനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി അയാൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഹോണറേറിയം എന്ന് പറയുന്നത്. അതുപോലെ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ദെൻ അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, നമ്മൾ എന്തെങ്കിലും ക്ലബ്ബ് നടത്തുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഗ്രൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ഗ്രൗണ്ടിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എമൗണ്ടിനെയാണ് അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ദെൻ കൺവെയൻസ്, ഏതെങ്കിലും യാത്ര ചെയ്യാൻ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എമൗണ്ട് ചിലവാക്കുകയാണെങ്കിൽ അതിന് കൺവെയൻസ്. ഇതെല്ലാം പേയ്മെൻ്റ് ആണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന എമൗണ്ടുകൾ മുഴുവൻ, പേയ്മെൻറ്റ് നടത്തുന്നത് മുഴുവൻ നമ്മൾ ഈ സൈഡിലാണ് എഴുതി വയ്ക്കുക. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, നേരത്തെ നമ്മൾ പറഞ്ഞു പഴയ ന്യൂസ് പേപ്പേഴ്സ് വിൽക്കുന്നൊക്കെ പറഞ്ഞു. അതിനിവർ പുതിയത് മേടിക്കുമ്പോൾ വരുന്ന എക്സ്പെൻസ് ആണ്, അല്ല പേയ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. പർച്ചേസ് ഓഫ് അസറ്റ്സ്, അസറ്റ് മേടിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റിൽ എഴുതണം. അതുപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ പൈസ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഇനി ഇത് നമുക്കിത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക, ഏത് സൈഡാണോ കൂടുതലെന്ന് നോക്കുക. ദെൻ റെസീപ്റ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമ്മളിവിടെ പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ദെൻ അത് ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ഈ രണ്ട് എമൗണ്ടുകളാണ് ഇവിടെ എഴുതി വയ്ക്കുന്നത്. ദെൻ ചില സമയത്ത് പേയ്മെൻറ്റ് സൈഡായിരിക്കും കൂടുതൽ വരിക, റെസീറ്റ് കുറവാണെങ്കിൽ നമ്മളതിന് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ, ഇപ്പുറത്തെ സൈഡിൽ റെസീപ്റ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ള രീതിയിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വയ്ക്കും. ഇത്രയാണ് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് അതിൽ വരുന്നത്. ഈ ഐറ്റം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളിനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഒരു പ്രോബ്ലം നോക്കാം. From the following particulars relating to Silver Point, prepare a receipt and payment account for the year ending March 31st, 2017. സിൽവർ പോയിന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് മാർച്ച് 31 ഇയർ അവസാനിക്കുന്ന ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 1000, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് 7200. അതായത് നമ്മുടെ കയ്യിൽ തുടക്കത്തിൽ 1000 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാങ്കിൽ 7200 രൂപയുണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ, ഞാൻ നേരത്തെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ കളക്റ്റഡ്, ഈ വർഷം നമ്മൾ കളക്ട് ചെയ്ത ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2015-16 500, 16-17 7600, 17-18 900. ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ശ്രദ്ധിക്കണം. അത് ഇവിടെ ആവശ്യം വരില്ല, കൂടുതൽ ആവശ്യം വരുന്നത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ചെയ്യാം. ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് 2015-16 500 രൂപ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാണ്ടായിരുന്നു, അന്നത് കിട്ടിയിട്ടില്ല. ആ എമൗണ്ട് നമ്മൾക്ക് ഈ വർഷമാണ് കിട്ടിയത്, അതായത് മാർച്ച് 31 ഈ 2017 കിട്ടിയത്. അതുപോലെ 2016-17 7600 രൂപ ഉണ്ടായിരുന്നു, അതും അതായത് ഈ വർഷത്തെ 7600 രൂപ നമുക്ക് കിട്ടി. ദെൻ നമുക്കൊരു 900 രൂപ കിട്ടി, അത് പക്ഷേ 17-18 അടുത്ത വർഷത്തെ എമൗണ്ടാണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ 9000 കിട്ടി. അതിൽ 500 രൂപ കഴിഞ്ഞ വർഷത്തെയും 7600 രൂപ ഈ വർഷത്തെയും 900 രൂപ അടുത്ത വർഷത്തെയുമാണ്. പക്ഷേ നമുക്കിതൊക്കെ 9000 രൂപ ക്യാഷായിട്ട് കിട്ടി. അപ്പോൾ നമ്മളിത് ഈ 9000 മുഴുവനും നമ്മൾ ക്യാഷായിട്ട് റെസീറ്റിൽ കാണിക്കും. അപ്പോൾ ഏത് വർഷത്തെ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട, ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര പൈസ കിട്ടിയോ അത്രയും എമൗണ്ട് നമുക്കിവിടെ റെസീറ്റായിട്ട് കാണിക്കാം. ദെൻ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് 1000 രൂപ. റിഫ്രഷ്മെൻറ്റ് ഏതെങ്കിലും ഐറ്റംസ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള റിഫ്രഷ്മെൻറ്റ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടാണ് ഈ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എൻട്രൻസ് ഫീ റിസീവ്ഡ്, നമുക്ക് കിട്ടിയിട്ടുള്ള എൻട്രൻസ് ഫീ 1000 രൂപ. ഇതെല്ലാം റെസീറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, പഴയ സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് 1200 രൂപ കിട്ടി, അതൊരു റെസീറ്റാണ്. ദെൻ ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ നിർമ്മാണത്തിന് വേണ്ടി കുറച്ച് ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്, 4600 രൂപ, അതും റെസീറ്റാണ്. ഇനി റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്ന ഐറ്റം 3000 രൂപ. റെൻറ്റ് പെയ്ഡ് നമുക്കറിയാം, റെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്, അതൊരു പേയ്മെൻ്റ് ആണ്. അതുപോലെ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്, സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ട് 4800 രൂപയ്ക്ക്, അതും പേയ്മെൻറ്റ് സൈഡാണ്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് ഇവിടെ സെയിൽസ് നടത്തി എന്ന് പറഞ്ഞു, അതിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും, അത് 600 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതൊരു പേയ്മെൻ്റ് ആണ്. എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 2000 രൂപ ചിലവാക്കിയിട്ടുണ്ട്, പേയ്മെൻ്റ് ആണ്. സാലറി പെയ്ഡ് 2500, ഇറ്റ്സ് എ പേയ്മെൻറ്റ്. ടൂർണമെൻറ്റ് എക്സ്പെൻസ് ഇസ് ഓൾസോ എ പേയ്മെൻറ്റ് 2400. ദെൻ ഫർണിച്ചർ പർച്ചേസ്ഡ്
1500 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചു. ഇറ്റ്സ് എ പേയ്മെൻറ്റ്. ഓഫീസ് എക്സ്പെൻസ് 1200. ഇത്രയും പേയ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഐറ്റം പറയുന്നത് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 400 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ 1000 രൂപ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. 7200 രൂപ നമുക്ക് എന്തുണ്ടായിരുന്നു, ബാങ്കിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും റെസീപ്റ്റ്സ് വന്നിട്ട് ഇത്രയും പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബാക്കി 400 രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി ബാക്കി ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, അതോ ഇനി ബാലൻസ് തീരെ ഉണ്ടാവില്ല, ഓവർ ഡ്രാഫ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ആ പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർമാറ്റ് ഇതാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതാം. ദെൻ ആദ്യം ക്യാഷ് ബാലൻസ്, ക്യാഷ് 1000 ആണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഐറ്റം ബാങ്ക്, എമൗണ്ട് 7200. ദെൻ സബ്സ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എഴുതാം, കാരണം എല്ലാ എമൗണ്ടുകളും പൈസയായിട്ട് നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് 2015-16 500 രൂപ, 16-17 7600, 17-18 900. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 9000 രൂപ. അത് മൊത്തം റെസീപ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കും. ദെൻ നെക്സ്റ്റ് ഐറ്റം സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് 1000 രൂപ. അതേപോലെ തന്നെ എൻട്രൻസ് ഫീ റിസീവ്ഡ് 1000 രൂപ. ദെൻ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് 1200 റെസീറ്റ് ആണ്. ദെൻ നമുക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത് പവലിയൻ റിസീവ്ഡ് ഫോർ പവലിയൻ, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ 4600 ആണ് എമൗണ്ട് വരുന്നത്. ദെൻ ഇത്രയും ഐറ്റംസ് ആണ് റെസീപ്റ്റിൽ വരുന്നത്. ബാലൻസ് പറഞ്ഞു, ക്യാഷ്, ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട് 9000 രൂപ, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് 1000 രൂപ, എൻട്രൻസ് ഫീ 1000, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ 1200, ഡൊണേഷൻ ഫോർ പവലിയൻ 4600. നെക്സ്റ്റ് ഐറ്റം പേയ്മെൻറ്റ് സൈഡിൽ റെൻറ്റ് പെയ്ഡ് 3000 രൂപ. അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ് 4800 രൂപ. ദെൻ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ് 600 രൂപ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതൊക്കെ. ദെൻ എക്സ്പെൻസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2000 രൂപയാണ് ചിലവാക്കിയത്. അതിന് പേയ്മെൻറ്റിൽ 2000 രൂപ എഴുതി. ദെൻ സാലറി പെയ്ഡ്, ശമ്പളം കൊടുത്തിട്ടുണ്ട് അടുത്ത ജീവനക്കാർക്ക് 2500 രൂപ. ടൂർണമെൻറ്റ് എക്സ്പെൻസ്, ടൂർണമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്, 2400 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ചിലവായിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാം. ദെൻ ഫർണിച്ചർ പർച്ചേസ് 1500 രൂപ കൊടുത്തു. അതുപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസ് 1200 രൂപ പോയിട്ടുണ്ട്. അതുപോലെ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് പേയ്മെൻറ്റിൽ വരുന്നത്. ഇനി നമ്മളോട് ഇവിടെ പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിൽ ക്യാഷ്, നമുക്കത് ബാലൻസ് ചെയ്യണം. നമുക്കിവിടെ പറയുന്നുണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ 400 രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയണം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, റെസീപ്റ്റ് സൈഡാണ് കൂടുതലുള്ളത്. റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് 25000 രൂപ കിട്ടും. ആ 25000 നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് ഈ എമൗണ്ടുകൾ മുഴുവൻ അതിൽ നിന്ന് കുറയ്ക്കാം. 25000 ഈ പറയുന്ന എമൗണ്ടുകൾ മുഴുവൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 6600 രൂപ ബാലൻസ് കിട്ടും. ഈ 6600 രൂപ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ ഉള്ള എമൗണ്ടാണ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ബാങ്കിൽ 7200 ഉണ്ടായിരുന്നു. അതിപ്പോൾ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഇപ്പോൾ ബാങ്കിൽ 6600 രൂപയുണ്ട്. അത് ബാലൻസിങ് ഫിഗറായിട്ട് നമ്മളിവിടെ കാണിക്കും. ഇതാണ് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇപ്രകാരമാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ തരം റെസീറ്റുകളും റെസീറ്റ് സൈഡിൽ എഴുതും. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് മുഴുവൻ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതും. എന്നിട്ട് നമ്മളിത് ബാലൻസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.